ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇതായി ഒരു മുണ്ട് വെച്ചിട്ട് സെറ്റ് ആക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു 14 ഇഞ്ചോളം ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് മുണ്ട് നമ്മളിതാ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡിങ് പോയിന്റ് എൻ്റെ ഭാഗത്തേക്കാണ്. ഇതിൻ്റെ ഓപ്പൺ പോയിന്റ് ഇതാ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഈ ഓപ്പൺ പോയിന്റ് വരണോടത്ത്, അതായത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ വരണോടത്തേക്ക് നമ്മൾ ബാക്ക് പാർട്ട് ലൈനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇങ്ങോട്ടേക്ക് വെക്കാം. ഈ ഒരു കസവ് നമ്മൾ എടുക്കണില്ല, അതുകൊണ്ട് തന്നെ ഈ കൈക്കുഴിയുടെ അറ്റം വരുന്നത് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക കസവിൻ്റെ ഇടയിട്ട്. ഇത് നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് കളയും. ഈ ഒരു കസവ് നമ്മൾ എടുക്കണില്ല. അങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കൈക്കുഴിയും ഈ ഒരു ഷേപ്പും നമ്മളിവിടെ വരച്ചെടുക്കുക. താഴത്തേക്കുള്ളത് ഇപ്പം നമ്മൾ നോക്കണില്ല, അത് ലാസ്റ്റ് ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഷേപ്പ് അടിക്കുള്ളത് വെട്ടണുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളതും, അതായത് ഈ ഒരു ഷേപ്പും കൈക്കുഴിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈക്കുഴിയും ഇവിടുത്തെ ഷേപ്പും കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇത്ര ഇവിടേക്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുക. ബാക്ക് പാർട്ട് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഇതുവരെ ക്ലോത്തിൻ്റെ എടുത്തിട്ടില്ല. അത് എടുക്കണേക്കാളും മുന്നേ നമുക്ക് രണ്ടളവ് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാനുണ്ട്. ബാക്ക് പോർഷൻ്റെ കറക്റ്റ് ഈ ഒരു ഫോൾഡിങ് പോയിന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ക്ലോത്തിൽ എവിടെയാണോ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ചെസ്റ്റ് പ്ലീറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണല്ലോ ചെയ്യണേ, അതുകൊണ്ട് തന്നെ പ്ലീറ്റ് എവിടെയാണ് നിങ്ങൾക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 ഇഞ്ചാണ് കൊടുക്കണേ. ആ ഒരു 12 ഇഞ്ച് ഇവിടെയും 12 ഇഞ്ച് കറക്റ്റ് അളവ് പിടിച്ചിട്ട് വേണം ഈ ഒരു പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഷോൾഡർ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഷോൾഡർ പോയിന്റ് ഇവിടെ ബാക്ക് പാർട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് നമുക്ക് കറക്റ്റ് ഫ്രണ്ടിൽ അടയാളപ്പെടുത്തി കൊടുക്കണം. ഞാനിവിടെ ഷോൾഡർ പോയിന്റ് എടുത്തേക്കണത് 3 അത് തന്നെ കറക്റ്റ് ഫ്രണ്ടിലും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാക്ക് പോർഷൻ മടക്കി വയ്ക്കാം. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ഷോൾഡർ ലെങ്ത്ത് 3 ഇഞ്ചല്ല നമ്മൾ, അതായത് ബാക്ക് പാർട്ടിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഫ്രണ്ട് പാർട്ടിൽ ഷോൾഡർ ലെങ്ത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 3 ഇഞ്ച്. അപ്പോൾ നമുക്കിവിടെ 3 ഇഞ്ച് വേണ്ട, ശരിക്കും 2 ഇഞ്ച് മതി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കണം. ഒരിക്കലും ഇപ്പുറത്തേക്ക് നമ്മൾ അളവെടുക്കരുത്, ഇങ്ങോട്ടേക്ക് ഈ ഒരു സൈഡിലേക്ക് വേണം എടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ 2-2.5 ഇഞ്ചോളം നമുക്ക് അളവ് മതി, 3 ഇഞ്ച് വേണ്ട. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ താഴേക്ക് നമ്മൾ നേരത്തെ ഒരു 12 ഇഞ്ച് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്ക് നമ്മൾ കറക്റ്റ് 12 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്താം. ഈ ഒരു ബോക്സായിട്ട് ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇത് നമ്മൾ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനല്ല, ഈ ഒരു സൈഡ്, ഇത് നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ, അതായത് ഈ ഒരു അളവിൽ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് യോക്കിലേക്ക് കൊടുക്കാനുള്ള പീസ് എടുത്തിട്ട് നമ്മളത് 2ആയിട്ട് മടക്കിയിടാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസാണ് നമുക്ക് യോക്കിലേക്കുള്ള അളവ്. അത് നമുക്ക് യോക്കിലേക്ക് കൊടുക്കേണ്ട ആ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ താഴത്തും സൈഡിലും മുകളിലായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. യോക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടൊരു പീസ് കിട്ടും. പിന്നെ ഫ്രണ്ട് പോർഷൻ നമുക്കിതാ എടുക്കണ ക്ലോത്തിൻ്റെ വീതി അനുസരിച്ച് ഉണ്ടായിരിക്കും നമുക്ക് ഇവിടുത്തെ ഗേദേഴ്സിൻ്റെ ഒരു എണ്ണം.
നമ്മൾ ഇത്രയും ഒരു ഇത് കാണുമ്പോൾ ആരും പേടിക്കണ്ട, കാരണം ഇതിൻ്റെ കട്ടിങ് അങ്ങനെയാണ്. ഇത് നമ്മളിവിടെ ഒന്നില്ലെങ്കിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഗേദേഴ്സ് ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ ഒരു യോക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഡബിൾ മുണ്ടായതുകൊണ്ട് കട്ടി കുറവായതുകൊണ്ട് നിഴലടിക്കുക. അതുകൊണ്ട് നമ്മൾ 2 പീസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 4 അരികും. എന്നിട്ട് സെൻറ്ററിൽ നമുക്കൊരു കട്ടിട്ട് കൊടുക്കണം. ഇനിയാണ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഗേദേഴ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് അതിൻ്റെ സെൻറ്റർ നമുക്ക് കറക്റ്റ് മടക്കി പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് നേരത്തെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നമുക്ക് എത്ര ഇഞ്ചാണെന്ന് നോക്കിയിട്ട് നോക്കണം. എന്നിട്ട് വേണം നമുക്കിവിടെ ഗേദേഴ്സ് ഇട്ട് കൊടുക്കാൻ. ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക, അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഇതെല്ലാമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം മെത്തേഡ് എന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ, ഇതിൻ്റെ അറ്റം വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഭയങ്കര ലൂസായിട്ടിട്ട്. എന്നിട്ട് ആ നൂലിൻ്റെ അറ്റം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഗേദേഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഭംഗിയായിട്ടിരിക്കുക ഇങ്ങനെ ചെറിയ പ്ലീറ്റ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഗേദേഴ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പീസ് ഉണ്ടല്ലോ, അതും ഇതും കൂടെ വെച്ചിട്ട് നോക്കുക കറക്റ്റ് ആകുമോ എന്ന് നോക്കുക. അതായത് ഗേദേഴ്സും ഇതും കറക്റ്റ് മെഷർമെൻറ്റിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അഴിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ നല്ല വശത്തേക്കാണ് ഇതിൻ്റെയും നല്ല വശത്ത്. ഇപ്പോൾ 2 പീസും സെയിം ആയതുകൊണ്ട് നല്ല വശം എന്നൊന്നും പറയാനില്ല, രണ്ടും ഒരുപോലെ ഇരിക്കണം. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എടുക്കണ ക്ലോത്തിൻ്റെ 2 നല്ല വശങ്ങൾ ചേർത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റത്തെത്തുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സൂചി കുത്തി നിർത്തുക. ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഫൂട്ടർ പൊന്തിച്ചിട്ട് നമുക്ക് ഈ ഒരു പീസിനെ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് തിരിക്കാം. അങ്ങനെ തിരിച്ചിട്ട് വേണം ഈ ഒരു ഗേദേഴ്സിൻ്റെ മുകളിൽക്കൂടെ നമുക്ക് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഗേദേഴ്സുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ടാക്കുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുന്നത് അതൊരു വൃത്തികേടായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ താഴേക്ക് വരുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ കൊണ്ട് കുത്തി വെച്ചിട്ട് നേരത്തെ ഇവിടെ ചെയ്തില്ലേ, അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ യോക്കിലേക്ക് ഒരു പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്ലോത്ത് അറ്റാച്ച് ചെയ്തേക്കണം ഈ ഒരു ലൈനിക്കോടെ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ലേസോ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയായിരിക്കും കാണാൻ. ഞാനപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യണതും സ്ലീവ് അറ്റാച്ച് ചെയ്യണതൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒത്തിരി ലെങ്ത്തായി പോണ കാരണം. ഇതാ നമ്മൾ നേരത്തെ യോക്കിലേക്ക് ആ ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമ്മളിതാ ഇതുപോലെ ഒരു ചെറിയ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ലീവ് ചെയ്തിട്ട് ഇതുപോലെയാണ് ചെറുതായിട്ട് പ്ലീറ്റ് കൊടുത്തിട്ട് അവിടെയും ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.